ചേട്ടാ, ഈ PR വർക്കിന്റെ കാര്യം കേരളത്തിൽ ഇത്രയും ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR വർക്കുകൾ വന്നപ്പോഴാണ്. അറിയുന്നതെന്ന് പറയാൻ പറ്റില്ല, ചർച്ചയാകുന്നത്. അപ്പോൾ ഇത്രയും PR വർക്കിന്റെ കാര്യം ഇപ്പുറത്ത് CPM-ന്റെ കാര്യം പറയുമ്പോഴും, ഇത്രയൊക്കെ CPM-നെതിരെ PR വർക്കിന് എതിരെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ അത്തരത്തിൽ PR വർക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. പല പ്രമുഖ നേതാക്കളും ഉണ്ട്. എന്താണ് ആ നേതാക്കൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് വളരെ രസകരമായ ഒരു സംഭവമാണ് ഈ PR വർക്കിന്റെ കാര്യം. നമുക്ക് ഇപ്പോൾ എൻ്റെ അറിവിൽ PR വർക്ക് എന്ന് പറയുന്ന കൂടിപ്പോയാൽ ഒരു 20 വർഷത്തിനകത്തെ ആകത്തേ ഉള്ളൂ ഈ PR എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ട്. ഇപ്പോൾ പ്രജിത ഒരു പ്രമുഖ കവിയത്രിയാണ്. പ്രജിത എന്ന കവിയത്രിക്ക് ഒരു PR വർക്ക് കൊടുക്കണം. PR വർക്ക് കൊടുത്താൽ നിങ്ങൾക്കൊരു ഹൈപ്പ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് ചിലവാക്കിയാൽ മതി. നിങ്ങളുടെ കവിതകളെ കുറിച്ച് നമുക്കൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു, നമ്മളതിൽ സംസാരിക്കുന്നു, എന്നിട്ടൊരു PR ഏജൻസിക്ക് കാശ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി എഴുത്തുകാർ ഇവിടെയുണ്ട്. അങ്ങനെ അതേപോലെ തന്നെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മുഖ്യമന്ത്രി E.K. നായരുടെ 3ാമത് ഭരണം വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഒരു PR കാണത്തുള്ളൂ. PR അല്ല, ഒരു പ്രസ് സെക്രട്ടറിയെ കാണുന്നു. അത് എനിക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന നമ്മൾ മാറി നിന്ന് കണ്ടിട്ടുള്ള കവിത്വമുള്ള കവി പ്രഭാവർമ്മയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എന്നെ അവരോട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എൻ്റെ എഴുത്തിൻ്റെ മേഖലയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ മാറി നിന്ന് കാണുന്ന സമയം അദ്ദേഹം ഒരു പ്രസ് സെക്രട്ടറിയാണ്. ദെൻ നിരന്തരം ഇങ്ങനെ പ്രമുഖ പത്രങ്ങളിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർ, പ്രമുഖരെ പ്രജിതയ്ക്കും അറിയാം, അങ്ങനെയുള്ള ഒരുപാട് പത്രപ്രവർത്തകർ PR ആയിട്ടിരിക്കും. അവിടെ കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ, ആന്റണി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഇടതുപക്ഷ സർക്കാർ വരുമ്പോഴാണ് ഈ PR ഏജൻസികളുടെ വരവ്. അങ്ങനെ ഈ കൊച്ചിയിൽ തന്നെ, എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പേര് പറയാത്ത, ഇടത് വരും എല്ലാം ശരിയാകും, അതൊരു പ്രമുഖ ഏജൻസിയുടെ ടാഗ് ലൈനാണ്. ഇടതുപക്ഷത്തിന്റെ LDFന്റെ ടാഗ് ലൈനാണ്. ഈ ടാഗ് ലൈൻ ആരാണ് ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട ബ്രിട്ടാസിന് പരിചയമുള്ള ഈ ഏജൻസിയുടെ ആളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ PR ഏജൻസികളുടെ ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഹൈപ്പ് ഭയങ്കരമാണ്. അങ്ങനെ നമ്മൾ ഈ PR ഏജൻസികളെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ, ഇപ്പോൾ ഉള്ള നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, രമേശ് ചെന്നിത്തല എന്ന നേതാവ് ഇപ്പോൾ CPM-ന് ഒരു പ്രത്യേകതയുണ്ട്. CPM പാർട്ടി പറയാതെ ഒരു വ്യക്തി പോയി ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പൊ പിണറായി വിജയന് പാർട്ടി അനുവാദമുണ്ട്. അതുകൊണ്ടാണ് കനലുകൾക്കിടയിലൂടെ നടന്നു വന്ന ഉദയസൂര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആക്ഷൻ കാണിക്കണം. ഇതേപോലത്തെ ആക്ഷൻ ആയതുകൊണ്ടാണ്. ഇതങ്ങനെ പാർട്ടിയുടെ മൗനാനുവാദമുണ്ട്. അവിടെ ഇരിടാന്ന് MP ഗോവിന്ദനെ വിരട്ടിയൊന്നാണ് MP ഗോവിന്ദനെ ഒന്നും പറയാൻ പറ്റാത്തത്. പിണറായി വിജയൻ അവിടെ ഇരിട എന്ന് വിരട്ടിയൊന്നാണ് ഒന്നും പറയാൻ പറ്റാത്തത്. നേരെ മറിച്ച് VS അദ്ദേഹത്തിനെ പറഞ്ഞപ്പോഴത്തേക്ക് പിണറായി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വ്യക്തിപൂജ ഇല്ല. P. ജയരാജന് പറഞ്ഞപ്പോൾ, കണ്ണൂർ പറഞ്ഞപ്പോൾ വ്യക്തിപൂജ ഇല്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് അങ്ങനെ ആരുടെ കൺസേണിന്റെ ആവശ്യമില്ല. ആർക്കും എന്ത് വേണം, ഒരു 10 ഫ്ലെക്സ് വേണമെങ്കിലും അടിച്ചു വെക്കുക. ഞാൻ ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഞാൻ ഒരു 1000 പേർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ 1000 പേർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് പൈമാറിയപ്പോഴേ ഒരു ഫ്ലെക്സ് അടിച്ചിരിക്കണം, നാളെ മുതൽ എൻ്റെ ചിരിക്കണ ഒരു ഫോട്ടോ, കുട്ടികൾ ആഹാരം കഴിക്കണ ഒരു പടം വെക്കണം എന്ന് പറഞ്ഞാൽ പൈമാർ കൊണ്ട് വയ്ക്കും. വെച്ചിട്ടുണ്ടാണ്, അയ്യപ്പണ വെച്ചിട്ടുണ്ട്. ഇത് ജനറൽ ഹോസ്പിറ്റലിലെ നടയിൽ അയ്യപ്പൻ്റെ പടം, അവിടെ അയ്യപ്പൻ ചിരിക്കണ പടം, ഇവിടെ ചിരിക്കണ പടം. ഇതേപോലെ രമേശ് ചെന്നിത്തലയുടെ പടം. രമേശ് ചെന്നിത്തല ചിരിക്കുന്നു, രമേശ് ചെന്നിത്തല ആ ഓട്ടം ഈ ഓട്ടം, സാമൂഹ്യ നേതാക്കളെ വിളിക്കുന്നു. അങ്ങനെ രമേശിന് ഒരു വശത്തോടെ ഹൈപ്പ്, രമേശ് ഒരു വശത്തോടെ 100 മീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്തേക്ക് 100 മീറ്ററിൽ മറ്റൊരാൾ ഓടുന്നു. ആരോടുന്നു? സതീശനോ. ഇതിന്റെ നമ്മൾ ഓടി എത്തുന്ന ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനം. ഇത് ഞാൻ ഒരു കാർട്ടൂൺ പോലെ പറയുകയാണെന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു ഓട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രമേശിന്റെ ഓട്ടത്തിന് ഇടയ്ക്ക് വെള്ളം കൊടുക്കാൻ NSS പെരുന്നയില സുമാരൻ നേരെ അപ്പുണ്ട്, ആശാനുണ്ട്. പിന്നെ ഇടയ്ക്ക് തിരികേറ്റാനായിട്ട് നമ്മളെ വെള്ളാപ്പള്ളി സാറും ഉണ്ട്. എങ്ങനെ കാല് വെച്ച് തള്ളിയിടാൻ വേണ്ടി വല്ല കുഴിയൊക്കെ തോണ്ടി വെച്ചിട്ടുണ്ട് ഓട്ടത്തിന്. അപ്പൊ ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ നടന്ന് രമേശ് ഇപ്പോൾ ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു വശത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വശത്തോടെ സതീശൻ ശ്രമിക്കുന്നു,
അപ്പൊ ഇവരൊരു വേദി കണ്ടു കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ കുശും പിടിച്ച പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വയ്ക്കുമല്ലോ. നാട്ടിൻപുറത്തെ കുശും പിടിച്ച പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഇവളെന്തോന്ന് ഇവളെ സാരി കെട്ടില്ലേ എന്നൊക്കെ പരസ്പരം പറയുമല്ലോ. അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേദിയിൽ രണ്ട് അപ്പുറത്തിപ്പുറത്തും മാറി നിൽക്കുകയാണ്. ഇദ്ദേഹം സതീശൻ പറഞ്ഞു ചുമ്മെങ്കിലും സൂചിപ്പിക്കാനായിട്ട് നിലമ്പൂരത്തെ ഇലക്ഷൻ ഞാൻ ക്യാപ്റ്റൻ, അങ്ങേര് പിന്നെ എന്തൊരു കേണലെന്ന് വേറെ ഞാൻ ക്യാപ്റ്റൻ ഒന്നുമല്ല, അങ്ങേരാണ് ഇതിന്റെ എല്ലാം എന്ന് രമേശ് പറഞ്ഞു ഞാൻ ക്യാപ്റ്റനും അല്ല ഒന്നുമല്ല, എനിക്കെന്തിന് അങ്ങനെയായി. അപ്പൊ ചുരുക്കത്തില് ചില കാര്യങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ ഹൈപ്പ് വേണമെന്ന് തോന്നിയാലും ഹൈപ്പ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. കാര്യം വി ഡി സതീശന് അനുവദിച്ചു കൊടുത്ത സീറ്റാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. അപ്പൊ അദ്ദേഹം അതിരുന്ന് ചെയ്യുമ്പോൾ അതിനെ ഓവർകം ചെയ്യുക. ഇപ്പൊ പെരുന്നയില് എത്രയെങ്കിലും നാളായി NSS ഇദ്ദേഹത്തിന് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട്, അങ്ങനെ രമേശിനെ പരിപാടിക്ക് വിളിച്ചു. എന്താ സന്തോഷം, രമേശ് പോയി, രമേശ് കെട്ടിപ്പിടിച്ചു സുകുമാരൻ നായരെ, ഓർമ്മേണ്ടത് കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. എന്നെ നിങ്ങൾ വിളിച്ചല്ലോ. അപ്പൊ മനസ്സിൽ ഉറപ്പിച്ച്, ഓ ദൈവമേ, മനസ്സിൽ ലഡു പൊട്ടി, എനിക്ക് അഥവാ ഒരു ചാൻസ് വന്നാൽ എന്നെ പെരുന്നയില് എന്നെ സഹായിക്കും. അപ്പൊ അത് ഒരു വിഷയം. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ ഇപ്പൊ അടൂർ പ്രകാശിന്റെ വിഷയം, അടൂർ പ്രകാശ് ഇപ്പൊ UDF കൺവീനറാണ്, അടൂർ പ്രകാശ് ഇപ്പൊ MP ആണ്. ഉടനെ തന്നെ അടൂർ പ്രകാശിന്റെ ആ വെള്ളം വാങ്ങി വെച്ചാല് അങ്ങനെ ഇപ്പം അവിടെ നിന്ന് വന്ന് ഇവിടെ ഇപ്പൊ അങ്ങനെ മന്ത്രിയാവാന്ന് വിചാരിക്കണ്ട എന്ന് ആര് മുരളീധരന്റെ വക സ്റ്റേറ്റ്മെന്റ്. ഇതാണ് കോൺഗ്രസിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മുരളീധരന് ഇപ്പൊ ഈ ഓട്ട മത്സരം, ലഹരിക്കെതിരെ ഓട്ട മത്സരം ആര് രമേശിന്റെ പറഞ്ഞോളൂ. അല്ല, ഇങ്ങനെ ഓടി തളരുമെന്ന് ചോദിക്കാൻ ഞാൻ ചോദിക്കാൻ വന്നത്, മുരളീധരനും കൂടെ ഇനി ആ കസേരയിലേക്ക് ഒരു നോട്ടം ഉണ്ടോ ഇനി? അല്ല, മുരളീധരനെ ഇനിയിപ്പോ നോക്കാനൊന്നും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ പിന്താങ്ങാനേ പറ്റുള്ളൂ. ഇല്ല, കോൺഗ്രസിനകത്ത് ഒരു പാരമ്പര്യം വെച്ചേ കോൺഗ്രസിനകത്ത് ഈ അച്ഛന്റെ മക്കൾക്ക് ഒന്നും ഒരു ഗതിയും കിട്ടിയിട്ടില്ല. ഈ പാരമ്പര്യത്തിന് ഒരു ഗതിയും കിട്ടിയിട്ടില്ല. കാര്യം ഈ ബാക്കിയുള്ളവന്മാർ ഓതിരം ഘടകം കളിച്ച് വാരിക്കുഴി തോണ്ടി കുഴിയിലാക്കും. കാര്യം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പേരുകൾ ഇങ്ങനെ എടുത്തു വന്ന പത്മജ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ജയിച്ചു കഴിഞ്ഞപ്പോൾ പത്മജയ്ക്ക് ആകെ ഇതാളവി എന്നാ പറഞ്ഞത്. ഇതിന്റെ ഈ കാര്യം അവർക്കിട്ട് പണിയാവുന്നുള്ള പണി തൃശ്ശൂരിന് ഒരുത്തനൊന്നില്ല പണിയാനായിട്ട്. കാര്യം ഈ രണ്ട് മക്കളിൽ ഒരു ബുദ്ധി ഇത്തിരി കൂടുതൽ കരുണാകരന്റെ ബുദ്ധി കിട്ടി ഈ മോക്കാണ്. അപ്പൊ അവിടെ DCC പ്രസിഡന്റൊക്കെ മാക്സിമം കളിച്ചെന്നാ പറയുന്നത്. അപ്പൊ അവര് പോയി. ഇപ്പൊ മുരളീധരന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം എന്ന് വെച്ചാൽ മുരളീധരൻ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കുന്നു. അത് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നത് ചെറിയാനെ, നമ്മുടെ ഇദ്ദേഹത്തിനാണ്, നമ്മുടെ സീമ, TN സീമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതേ ചെറിയാൻ ഫിലിപ്പാണോ? അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടുകാരൊക്കെ, എൻ്റെ വൈഫൊക്കെ മുരളീധരന് വോട്ട് ചെയ്തു. എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. എൻ്റെ വൈഫൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മുരളീധരന് വോട്ട് ചെയ്യും. എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു മുരളീധരൻ എന്നെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ എടുക്കൂ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് നടക്കായിരുന്നില്ലേ, അതുകൊണ്ട് അങ്ങേര് കയറിയതല്ലേ, അങ്ങേര് ജയിക്കണം. അങ്ങനെയാണ് മുരളീധരൻ വന്നത്. അതുകൊണ്ട് മുരളീധരൻ ഇനി ഒന്നും കാണിക്കത്തില്ല. കാര്യം മുരളീധരൻ ഈ പറയുന്ന കമന്റൊക്കെ ആ അച്ഛൻ്റെ ഒരു സരസ സ്വഭാവം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ്. പിന്നെ കരുണാകരൻ എപ്പോഴും ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. എന്നാൽ ഇദ്ദേഹം ബുദ്ധി കൂടുതലല്ലെങ്കിലും ഇദ്ദേഹം കുറച്ചൊക്കെ സംസാരിക്കും. അപ്പൊ മുരളീധരന്റെ കാര്യം അച്ഛന്റെ ആ ഒരു ഇതങ്ങ് പോയി. നമ്മുടെ കാർത്തികൻ സാറിന്റെ G കാർത്തികേയൻ, അദ്ദേഹത്തിന്റെ മകൻ ശബരിനാഥ് ഏതാണ്ട് അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുവാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് മക്കൾ ഇത് പറയാനായിട്ട് ആരും തന്നെ ഇപ്പൊ അങ്ങനെ പൊങ്ങി വരുന്നില്ല. ഉള്ള പേരുകളൊക്കെ തന്നെ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സീറ്റ് കിട്ടി, 11,000 ജയിച്ചു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഈ മക്കൾ ഇതൊന്നും ഒരു രക്ഷയില്ല, എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് മക്കളെ ആരും ഇപ്പം രമേശ് ചെന്നിത്തലയുടെ മോനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എവിടെയുണ്ട് രമേശ് ചെന്നിത്തല മോനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ചാണ്ടി ഉമ്മൻ വന്നിരിക്കുന്നത് പിന്നെ ആ ഒരു വല്ലാത്ത അവസ്ഥയല്ല. ഇപ്പൊ കുറച്ചാൾ കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മന്റെ സീറ്റ് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മോളെ പിടിച്ച് നിർത്താൻ സാധ്യത, അച്ചു ഉമ്മനെ നിൽക്കണമെന്ന് പറയും. അത് മക്കളുടെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിനിവിടെ ആളുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഷയം. കോൺഗ്രസിന് ജനാധിപത്യം കൂടിയത് കൊണ്ട് ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആളെ ഇഷ്ടം പോലെ ഉണ്ട്. ആരുടെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ചാണ്ടി ഉമ്മ നിന്ന ഇവനേക്കാളും വോട്ട് കിട്ടും, ഇവ ഒരു ഉമ്മൻചാണ്ടിയായി അഭിനയിക്കാൻ പോവുകയാണ്, അഭിനയിച്ച് നടക്കുവാണ് എന്ന് പറയുമ്പോൾ ആ സംഗതി അങ്ങ് തീർന്നു. അപ്പൊ ആ വാതിലൂടെ അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത് അപ്പന PR വർക്കുകളിലൂടെ കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന് പടുകൂടിയിൽ ചാടിക്കുന്ന രീതിയിലാണ്. കാര്യം ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്പന ബൂസ്റ്റിങ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ സംഭവം ഉൾട്ടയാവാനാണ് സാധ്യത.